ജാസി ചേട്ടൻ കുറച്ച് പുതിയ വിവാദങ്ങളും കുറച്ച് പുതിയ കാര്യങ്ങളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിലുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കേൾക്കാം. ആർടിസി ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യും. അതിന് എത്രത്തോളം ഞാൻ പൊരുതണോ ഞാൻ പൊരുതും. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ജാസി എങ്ങനെ സ്ത്രീ ആവുമെന്ന് അല്ലേ? ഞാൻ സർജറി ചെയ്ത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളാണ്. ഞാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ട്രാൻസ് ID കാർഡ് എടുത്തൊരു വ്യക്തിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ID കാർഡ് എടുത്ത വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു ജാഥയൊക്കെ വന്നായിരുന്നല്ലോ, ഒരു ബില്ല് പാസ്സാക്കുന്നതിനെ കുറിച്ച്. അതിൽ നിന്നും അവരൊക്കെ നിങ്ങളെ പുറത്താക്കിയപ്പം എന്റെ കമ്മ്യൂണിറ്റിയിലുള്ളവർ പോലും എന്നെ അടുപ്പിക്കുന്നില്ല, അവരാരും കൊള്ളില്ല, അവരിങ്ങനെ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ നടന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ. അതെന്തിനാണ്? നിങ്ങൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടരെല്ലാവരും, അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവരെല്ലാം നിങ്ങളോട് നല്ല യോജിപ്പാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങളെ ആ ഒരു ബില്ല് പാസ്സാക്കുന്നതിന്റെ അതിൽ നിന്നും നിങ്ങളെ എന്തിനായിരുന്നു പുറത്താക്കിയത്? ബ്രസ്റ്റ് സർജറി, ഡൗൺ സർജറി അല്ലെങ്കിൽ 2 സർജറിയും കഴിഞ്ഞ ആൾക്കാരൊക്കെ സ്ത്രീ ആയിട്ട് തന്നെ കിട്ടും. അവർക്ക് സ്ത്രീ ആയിട്ട് നടക്കാം. സർജറിയും കഴിഞ്ഞ ആൾക്കാർ പൂർണ്ണമായിട്ടും സ്ത്രീ ആണെന്നൊന്നും പറയാൻ പറ്റില്ല ജാസി. കാരണം സ്ത്രീ ആയിട്ട് ജനിക്കണം. ഞാനൊരു ട്രാൻസ് വുമൺ ആണ് എന്ന് പറഞ്ഞ് നടക്കാം. അല്ലാതെ 2 സർജറിയും കഴിഞ്ഞാൽ ഞാനൊരു സ്ത്രീയായി എന്ന് പറയാൻ പറ്റില്ല ജാസി. സ്ത്രീ ആയിട്ട് പോവാം, അതുകൊണ്ടൊരു പ്രശ്നമില്ല. ഇനിയിപ്പോ എനിക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഹാഫ് ടിക്കറ്റ് വേണം. കാരണം ഞാൻ സർജറി ചെയ്താണല്ലോ. പകുതി പെണ്ണായ സർജറി ചെയ്താൽ ഹാഫ് ടിക്കറ്റിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ല്. ഹാഫ് ടിക്കറ്റ് വേണമെന്നല്ലേ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഹാഫ് സീറ്റും കിട്ടും. ഞാനിപ്പോ ഇവരുടെ ഈ വീഡിയോയുടെ അടിയിൽ കുറെ ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടർമാരുണ്ടായിരുന്നു, അതായത് സ്ത്രീകളായിട്ടുള്ള കണ്ടക്ടർ. അവരുടെ 2-3 പേരുടെ കമന്റ് ഞാൻ കണ്ടു. ജാസി നമ്മുടെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ജാസിക്ക് ഫുൾ ടിക്കറ്റും കൊടുക്കും. സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയും ജാസിക്ക് കൊടുക്കില്ല. കാരണം ജാസി ഒരു സ്ത്രീ അല്ല എന്നാണ് ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടർ ആയിട്ടുള്ള സ്ത്രീകളുടെ 2-3 കമന്റ് ഞാൻ കണ്ടത്. ഇനി കേൾക്കാൻ പകുതി പെണ്ണ് എവിടെയാണോ എനിക്ക് പോവേണ്ടത് അവിടെ. അന്നൊരിക്കൽ പൊക്കി കാണിച്ചു കൊടുത്തില്ലേ? ഇനി അത് കണക്ക് ബസ്സിൽ കയറുമ്പോഴത്തേന് കണ്ടക്ടേഴ്സിനും പകുതി സ്ത്രീ ആയെന്ന് കാണിച്ചു കൊടുക്കുവോ ജാസി? ഒരു 200 രൂപ ആണെങ്കിൽ ഞാൻ 100 രൂപ കൊടുക്കും. ബാക്കി പകുതി ഞാൻ പെണ്ണാണെന്ന് പറയും. അപ്പോഴോ ടെൻടടേ ആരെയാണെന്ന കൊഞ്ഞനം കുത്തിയെ എനിക്ക് തോന്നുന്നു. വേണ്ട, ആരുടെ പേരൊന്നും പറയണ്ട. ഇനി ഞാൻ ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു പ്രശ്നമാക്കുന്നില്ലേ. അപ്പം നമ്മുടെ ജാസി ഇപ്പൊ വാദിക്കുന്നത് ജാസി സ്ത്രീയാണ്, പകുതി സ്ത്രീയായി, പകുതി ഞാൻ ഒരു സ്ത്രീയാണെന്നാണ് ജാസി പറയുന്നത്. അപ്പം ജാസി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം മൊത്തത്തിൽ. അതിന് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന് കാരണം, ഇപ്പോ കേരളത്തിന് വലിയൊരു കാര്യമാണ് കേരളത്തിൽ ആര് മുഖ്യമന്ത്രി ആവുന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ കേരളത്തിലെ ആൾക്കാർക്ക് മുഖ്യമന്ത്രി ആരാവണം എന്നല്ല കൂടുതൽ അറിയേണ്ടത്. ജാസിനെ KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യിപ്പിക്കുമെന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞങ്ങളുടെ അഭിപ്രായം, ജാസി KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യില്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ മുഖ്യമന്ത്രി ആരാവില്ല അതൊക്കെ മുറ പോലെ നടന്നോളും. പക്ഷെ നിങ്ങൾ എന്തിനാണ് ഈ വന്നു കിടന്ന് ഇങ്ങനെ ഓരോരോ വിവാദങ്ങൾ കൊടുക്കുന്നത്, ഓരോരോ സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നത്? ഞാൻ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യും. പിന്നെ ആദ്യം പറഞ്ഞു ഞാൻ ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യും. പിന്നെ സ്ത്രീകൾക്കായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് വളരെ നല്ല കാര്യം തന്നെ. എങ്ങനെ സ്പോയിൽ ചെയ്യണമെന്നാണ് നമ്മുടെ ജാസി ചിന്തിക്കുന്നത്. ഞാനങ്ങ് വളരെ ഒരുപാട് ദൂരം വരെ യാത്ര ചെയ്യും, ടൂറ് പോകും. എന്റെ പൊന്ന് ജാസി ചേട്ടാ, ടൂർ പോകാനായിട്ടല്ല സ്ത്രീകൾക്ക് സൗജന്യ യാത്രയെന്ന് പറഞ്ഞത്. നിങ്ങളെന്താ പറഞ്ഞ? നിങ്ങളുടെ കൂട്ടുകാരും ഒത്തിട്ട് അങ്ങ് ദൂരെ വരെ, ഇവിടെ വേറെ ട്രാൻസ്പോർട്ട് ബസ് പോവുക, അവിടെ വരെ ഞങ്ങൾ ടൂറ് പോകുമെന്ന്. കൊള്ളാം, ചേട്ടന്റെ മനസ്സിലിരിപ്പ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തരാത്തത് കേട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ബസ്സിൽ അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതായത് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ മുമ്പ് വേണമെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ബസ് യാത്ര വലിയ ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു സെലിബ്രിറ്റി അല്ലേ, നമ്മുടെ രേണുവിനെ കൂട്ട്. ഞാൻ ബസ്സിൽ അങ്ങ് യാത്ര ചെയ്യില്ല. ഞാൻ ഓൺലി കാറിൽ, അതും എന്റെ സ്വന്തം കാറിൽ യാത്ര ചെയ്യൂ. അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നതാണല്ലോ ഒരു സ്റ്റാറ്റസ്. അല്ലാതെ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യില്ല. നല്ല കാര്യം. യാത്ര അത് ബസ് മോശമായതുകൊണ്ടൊന്നുമല്ല. അതിന്റെ ഇടയ്ക്ക് ആ കൈ കാണുന്നത് ആശയാണ്, ഞാൻ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ആശ ഒന്ന് ഹായ് പറഞ്ഞേ. ഉറക്ക പറ.
അല്ലെങ്കിൽ ആൾക്കാർ റൂമിൽ ഇന്ന് ഒറ്റക്കാണ് ജാസി വീഡിയോ എടുക്കുന്നത്, റൂമിൽ എന്താണ് നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചില്ലല്ലോ. ഇനി നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നു ജാസിയുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ലല്ല. അതുകൊണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ടേ, തെറ്റിദ്ധരിക്കരുത്, ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് പിടിച്ച് ഏറ്റെടുക്കാൻ. ഞാൻ എന്താ പറയാ സർജറി ചെയ്ത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളാണ് ഞാൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ ട്രാൻസ് ID കാർഡ് എടുത്തൊരു വ്യക്തിയാണ് ട്രാൻസ്ജെൻഡർ ആയിട്ട്. ഇവിടെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള എത്രയോ പേര് അവര് ആധാർ കാർഡിലോ അവര് പാസ്പോർട്ടിലോ അവര് വേറെയുള്ള രേഖകളിലൊക്കെ സ്ത്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ ആണെന്ന് ആയിട്ട് തന്നെ കൊടുക്കണമെന്ന് അങ്ങനെ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മള് സർജറി ഇപ്പൊ ബ്രസ്റ്റ് സർജറി, ഡൗൺ സർജറി അല്ലെങ്കിൽ 2 സർജറിയും കഴിഞ്ഞ ആൾക്കാരൊക്കെ സ്ത്രീ ആയിട്ട് തന്നെ കിട്ടും. അവർക്ക് സ്ത്രീ ആയിട്ട് നടക്കാം, അവർക്ക് സ്ത്രീ ആയിട്ട് പോവാം, അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ഗർഭാത്രം ഉണ്ടോ, ചില ആൾക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് ഗർഭാത്രം ഉണ്ടോ എന്നാണ്. ഉണ്ട്. എന്നാലൊന്ന് കാണിക്ക് ജാസി. സ്ത്രീകളെ ഒന്നടങ്കം പരിഹസിക്കുന്ന കാര്യങ്ങളാണ് ഇവൻ പറയുന്നത്. ഇവന്റെ പേരിൽ കേസ് കൊടുക്കണം, അതാണ് വേണ്ടുന്നത്. അല്ലാതെ ഈ രീതിയിലുള്ള വർത്തമാനം ഇവൻ എത്ര എന്ന് പറഞ്ഞിട്ടൊക്കെ കേക്ക്, നിങ്ങൾ കേട്ട് നോക്കി. എനിക്കിതൊന്ന് കേട്ടിട്ടുണ്ടല്ലോ, എനിക്ക് ഇവൻ വിമർശിക്കണമെന്ന് തോന്നി, ഇവരെ കുറിച്ച് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവർ എത്ര വൾഗറായിട്ടാണ് സ്ത്രീകളുടെ അങ്ങനെ ഒരു അവയവത്തെ പറ്റി ഇങ്ങനെ പറയുന്നത്. എത്ര വൾഗറായിട്ടാണ്, എത്ര പരിഹസിക്കുവാണ് ഇവര്. കേക്ക്, നിങ്ങൾ കേക്ക്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഗർഭാത്രം ഉണ്ട്, സത്യം. വിശ്വാസമായില്ല? ഞാൻ പ്രസവിച്ച് കഴിഞ്ഞ സൗന്ദര്യം പോകുന്ന വെച്ചിട്ടല്ലേ ഞാൻ പ്രസവിക്കാത്തത്, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പ്രസവിക്കില്ലേ? അതവിടെ കേട്ടെ. അപ്പൊ ഗർഭാത്രം ഇപ്പൊ അടുത്ത് ഏതൊരു ആണിന് ടെസ്റ്റ് ചെയ്തപ്പോ ഗർഭാത്രം ഉണ്ടായി എന്നൊക്കെ സംഭവം ഞാൻ പോയി ടെസ്റ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒക്കെ ചെറിയൊരു പാത്രം ഉണ്ടെങ്കിലോ എനിക്ക് പറയാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ഒരു പാത്രം ഉണ്ടാവും, കാണിക്കണേ, അത് ടെസ്റ്റ് ചെയ്ത് സർജറി ചെയ്ത് കാണിക്കണേ. അപ്പോ എനിക്ക് ഗർഭാത്രം ഉണ്ടോ എന്നൊക്കെയാണ് ചില ആൾക്കാർക്ക് അറിയേണ്ടത്. ഇനിയിപ്പോ അതിനു വേണ്ടി ഞാൻ പണ്ട് എന്താ പറയാ ഡ്രസ്സ് ഊരിയിട്ട് കാണിച്ചു കൊടുത്ത പോലെ ഗർഭാത്രം ഉണ്ടോ എന്നുള്ളത് ഇനിയിപ്പോ ഞാൻ സർജറി ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരുമോ? വയറ് കീറണോ? നീ കീറണം, കീറിയാൽ കിട്ടും, ഗർഭപാത്രമല്ല. ഇവൻ പറയുന്നത് കേട്ടോ, സ്ത്രീകളെ ഒന്നടങ്കം അപമാനിക്കുന്ന വാക്കുകളല്ലേ ഇവൻ പറയുന്നത്. ഇവനിപ്പോ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്, ഫ്രീ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ള ഒരു ടോക്കിനെ പറ്റി പറഞ്ഞ് ഇവൻ ഇവിടെ വരെ പോയി. എന്തൊക്കെയാ അവൻ പറയുന്നത്? ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പം ട്രാൻസ്പോർട്ടിൽ ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നു, അതിൽ ജാസിക്ക് കിട്ടുമോ എന്നുള്ള ഒരു കാര്യമല്ലേ ഇവിടെ സംസാരിക്കുന്നത്. ആ ഒരു കാര്യത്തിന് ഇതൊക്കെ എന്തിനാണ് ഇവൻ കേട്ടുന്നത്? അപ്പം സ്ത്രീകളെ ഒന്നടങ്കം പരിഹസിക്കുക, അപമാനിക്കുക, അതാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ? നിങ്ങൾ പറയൂ, അല്ലേ? അതല്ലേ? അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് തോന്നി സംസാരിക്കണം, ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഞാനൊരു സ്ത്രീയാണ്, അപ്പം ഇതിനെക്കുറിച്ച് ഇവൻ പറയുന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം. എത്ര ചിരിക്കും പറയുകയൊക്കെ ചെയ്യുന്നത്, ഇത്രത്തോളം പരിഹസിക്കാനായിട്ടുള്ള ഒരു ഇതാണ് സ്ത്രീയുടെ ഇത്. എല്ലാവരും ഉണ്ടല്ലോ, ഇവനെയൊക്കെ ഉണ്ടല്ലോ ഈ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നവരൊക്കെ എന്ത് കണ്ടിട്ടാ വിളിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്തത്. ഉദ്ഘാടനത്തൊക്കെ വിളിച്ച് ഇവനെ അങ്ങ് ഫേമസ് ആക്കി കൊണ്ടുപോവുമല്ലയോ. എന്നിട്ട് ഇങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരവും പ്രവൃത്തിയും കുറെ മേക്കപ്പും വാരിയിട്ട് ഒക്കെ ഇവ ഇങ്ങനെ ഒരുങ്ങി കെട്ടി നടക്കുന്നുണ്ട്. ഇവന്റെ ആക്ച്വൽ രൂപം കാണണം, ഒട്ടും കൊള്ളത്തില്ല വയസ്സ്. ഇവൻ വാ തുറന്നു കഴിഞ്ഞാൽ പൊട്ടത്തരവും മണ്ടത്തരേ പറയത്തുള്ളൂ. ആദ്യം നമ്മുടെ സർക്കാരിനെ കുറിച്ച് പറയുന്ന മണ്ടത്തരം നിങ്ങളൊന്ന് കേൾക്കൂ. ഇവൻ എന്താ പറയുന്നത് ഇവന് പോലും അറിയത്തില്ല. അങ്ങോട്ട് പറയുന്നു ഇങ്ങോട്ട് പറയുന്നു. ആദ്യം നിങ്ങൾ ഞങ്ങള് പിണറായി സർക്കാർ കേറിയ സമയത്ത് ഖജനാവിൽ ഒരു തേങ്ങ ഉണ്ടായിട്ടില്ല. പിണറായി സർക്കാർ വന്നതിന് ശേഷം എത്രയോ കോടി 4 ലക്ഷം കോടി കടമായി. കടല്ല, ഇല്ല ഒരിക്കലല്ല. ഇയാളെ ഏതാ പാർട്ടി? കൂടെ ഇരിക്കുന്ന ആളെ പറ്റിയ അപ്പൊ ചോദിക്കുന്നു ഇയാളെ ഏതാ പാർട്ടിയത്? 3 ലക്ഷം കോടി കടമായി. ഇല്ല ഖജനാവില് എത്രയോ കോടി 4000 കോടിയോ ഇട്ടിട്ടാണ് ഞങ്ങളെ സർക്കാർ പിന്മാറിയത്. ആ 4000 കോടി ഖജനാവിൽ ഇടാനായിട്ട് ഒരു പങ്ക് ഇവനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. അല്ലാതെ ഞാനിപ്പോ പാർട്ടിക്കാരെ അങ്ങനെ പറയുന്നോ എടുക്കുന്നോ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. നമ്മുടെ പിണറായി സർക്കാരും നല്ലതാണ്, ഇനിയിപ്പോ ഭരിക്കുന്നവരും നല്ലതാണ്, എല്ലാവരും നല്ലതാണ്. ആ ഒരു മെന്റാലിറ്റിയാണ് എനിക്ക്. അപ്പൊ ഇയാള് പറയുന്നത് എന്താ ഖജനാവ് കാലിയായിരുന്നു. അത് പറയുന്ന ലാംഗ്വേജ് നിങ്ങൾ കേട്ടല്ലോ. ആ ലാംഗ്വേജ് ഞാൻ എന്തായാലും ഉപയോഗിക്കുന്നില്ല. ഏതായാലും നമ്മൾ അവർക്ക് ഒരു റെസ്പെക്ട് കൊടുക്കണമല്ലോ, നമ്മുടെ കേരളം ഭരിച്ചിരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇനി ഭരിക്കുന്ന ആൾക്കാർക്ക്. അതുകൊണ്ട് ഞാൻ ആ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുന്നില്ല. അപ്പോ അവര് ഒന്നും ഇല്ലാതെ കാലിയായിരുന്നു. പിന്നെ ഖജനാവ് നിറച്ച് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയതെന്ന്. അപ്പൊ നിറച്ച് കൊടുത്തതിൽ നിന്നിലെ ഒരു പങ്ക് ഇവൻ കൊടുത്തതാണ്. ആ രീതിയിലാണ് ഇവന്റെ സംസാരം. കേൾക്കാൻ പൂച്ച പറ്റി കിടന്ന ഖജനാവിലെ 4000 കോടി ഇട്ടാണ് ഞങ്ങളുടെ സർക്കാർ പിന്മാറിയത്. ഇനി UDF ആൾക്കാർ നോക്കട്ടെ. ഞങ്ങള് 4000 കോടി ഇട്ട് കൊടുത്തത്, ഇനി UDF നോക്കട്ടെ എന്ന്.
ഇവനാന്നോ ഇട്ട് കൊടുത്തത്? ആ രീതിയിലല്ലേ അവന്റെ സംസാരം. നോക്കും സത്യമായിട്ട് നല്ലത് തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പം ഭരണം UDF കൈമാറുമ്പോ LDF സർക്കാർ വരുത്തി വെച്ച കട എത്രയാണെന്നറിയോ? 3 ലക്ഷം കോടി കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ അതൊന്നും വലിയ പിന്നെ ആരുടെ കാര്യം 4000 കോടി ഖജനാവിൽ ഇട്ട് കൊടുത്തിട്ട് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞ് കേരളത്തെ വെച്ച് നോക്കുമ്പോൾ അതൊന്നും വലിയ കടമൊന്നും അല്ലെന്ന്. കേരളത്തിലെ കാര്യം തന്നെയല്ലേ പറഞ്ഞേ 4000 കോടി ഇട്ട് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയതെന്ന്. എന്തോ ഇവൻ പറയുന്നത്? കടയില്ല, 3 രൂപ പോലെ ഇറങ്ങി വിടുന്ന അതിന് വലിയ കട ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത്. എന്തൊക്കെയാ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെയാ പറയുന്നത്. അതുകൊണ്ട് അടിച്ചിറക്കാൻ കൂട്ടുകാരി തന്നെ പറയുന്നുണ്ട്. എന്ത് നിർത്തി? ആദ്യം പറഞ്ഞു ഞങ്ങള് ഖജനാവ് നിറച്ചു കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത്. ഇപ്പൊ പറയും അതിനെക്കാട്ടി വലിയ കടം ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നതെന്ന്. അതാ പറയുന്നത്. പൊട്ട മണ്ടത്തരം, പൊട്ട അബദ്ധങ്ങളാ പറയുന്നത് മൊത്തവും. അവന് തന്നെ അറിയത്തില്ല അവൻ എന്താ പറയുന്നതെന്ന്. എന്തെങ്കിലുമൊക്കെ വായി വരുന്ന വിളിച്ചങ്ങ് പറയുവാണ്. വൈറലാവണം. എങ്ങനെ ആയാലും വൈറലാവണം. ഞാൻ പൊട്ടത്തരം പറഞ്ഞിട്ടായാലും ശരിയാണ്, എനിക്ക് വൈറലാവണം. കാരണം അയാൾക്കറിയാം അയാൾ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെടുത്തിട്ട് അലക്കുമെന്ന് അറിയാം. അപ്പൊ അതിലൂടെ എനിക്ക് വൈറലാവാലോ. അതാണ് പുള്ളിക്കാരന്റെ ഉദ്ദേശം. ഏറ്റവും വലിയ കാര്യം ജാസി ബസ്സിൽ യാത്ര ചെയ്യുമെന്നുള്ളതാണ്. KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യും. അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചെയ്ത് കാണിക്കണം നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് ചെയ്ത് കാണിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കില്ല. എന്ത് ചെയ്യാം? എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് ജാസിക്ക് ആഗ്രഹമുണ്ട് ഫ്രീ ആയിട്ട് ബസ്സിൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്ത് കാണിക്കണമെന്ന് ജാസിക്ക് ആഗ്രഹമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ KSRTC യാത്ര ഞാൻ അതിന് എന്തോളം ഞാൻ പൊരുതണോ ഞാൻ പൊരുതും. പൊരുതണം ജാസി, പൊരുതി നേടിയെടുക്കണം. എന്ത് ഫ്രീ ആയിട്ടുള്ള കാരണം KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് സ്ത്രീകൾക്കാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ജാസി എങ്ങനെ സ്ത്രീ ആവുമെന്ന് അല്ലേ? അതാണല്ലോ ഇപ്പൊ കേരളത്തിൽ ആൾക്കാർ. പിന്നെ ചില ആൾക്കാരൊക്കെ വെറുതെ ഈ ടോപ്പിക് എടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. റീച്ചാണ് മെയിൻ. പിന്നെ ചില ആൾക്കാർ നീ ബസ്സിൽ കയറുന്ന എനിക്കൊന്ന് കാണണം, നീ ആര്? റീച്ചാണ് മെയിൻ എന്ന് പറഞ്ഞതിനെ ചോദിച്ചോട്ടെ, താങ്കൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വാക്ക് കൊണ്ടിട്ടത്? റീച്ച് അല്ലേ മെയിൻ? അതെ. അപ്പൊ താങ്കൾ കൊണ്ടിട്ടത് റീച്ചിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ ഞങ്ങൾക്കെന്തോ അതെടുത്ത് ഞങ്ങൾക്ക് റീച്ച് ആക്കിയാൽ എന്ത്? സോഷ്യൽ മീഡിയയിൽ വന്ന് പൊട്ടത്തരം പറയുമ്പോ അതെടുത്ത് ഞങ്ങളും റീച്ച് ആക്കുന്നു, നിങ്ങളും റീച്ച് ആവും, ഞങ്ങൾക്കും റീച്ച് ആവണം. നിങ്ങൾക്ക് ആര്? ഞാൻ ബസ്സിലോ കാറിലോ ഫ്ലൈറ്റിലോ കയറി അല്ല, നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം എന്നാ എനിക്ക് അറിയാൻ വയ്യാത്തത്. നിങ്ങൾ തന്നെ പ്രശ്നം. നിങ്ങളുടെ ഈ ടോക്ക് തന്നെ പ്രശ്നം. ഈ വായി വരുന്നത് എന്തും ഇങ്ങനെ വിളിച്ച് പറയുന്നത് അതാണ് പ്രശ്നം. മനസ്സിലാക്കൂ. നമ്മുടെ രേണുവിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു അഭിലാഷ് അണ്ണൻ ഉണ്ടല്ലോ. അഭിലാഷ് അണ്ണൻ നമ്മുടെ ജാസിയെ കുറിച്ച് പറയുന്നത് കേൾക്കണ്ടേ? എനിക്ക് എന്തായാലും ഇയാൾ പറഞ്ഞതിൽ ഈ ഒരു കാര്യം വളരെ ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് ഇയാൾ ഒരു സത്യമായ കാര്യം പറഞ്ഞത്. അത് നമുക്കൊന്ന് കേൾക്കാം. ജാസിക്ക് KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് കയറാമെങ്കിൽ ഈ കേരളത്തിലെ എല്ലാ ആണുങ്ങൾക്കും ഫ്രീ ആയിട്ട് കയറാം. എന്താന്നോ അവിടെ ജാസി ആണ് എന്നെ കൂടെ പറയിക്കില്ല കേട്ടോ. ഇത് ഏത് കൊച്ചു കുഞ്ഞിനെ അറിയാൻ പാടില്ല. ജാസിക്ക് കയറാമെങ്കിൽ ഈ കേരളത്തിലെ എല്ലാ ആണുങ്ങൾക്കും KSRTC ബസ്സിൽ ഇരുന്ന് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. അത് നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി എന്താ കാര്യങ്ങൾ. അല്ല എന്നോട് ചോദ്യം ചോദിക്കില്ലോ. ജാസിക്ക് കയറാമെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾക്ക് ഞാൻ കയറാം, അഭിലാഷ് ഏട്ടനും കയറാം. അഭിലാഷ് ഏട്ടനും കയറും, എല്ലാ ആണുങ്ങൾക്കും കയറാം. ഞങ്ങൾ ഊഹിച്ചു. ഇപ്പൊ നിങ്ങൾ ഊഹിച്ചല്ലോ. ജാസിക്ക് കയറാമെങ്കിൽ എല്ലാ ആണുങ്ങൾക്കും KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പറയൂ. നമുക്ക് നാളെ കാണാം.